So, good morning, guys. ഇപ്പം പാർട്ട് 1-ൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് എങ്ങനെ ഒരു ഇ കൊമേഴ്സിനെ കുറച്ച് ബേസിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ എങ്ങനെ ബേസിക് ആയിട്ട് ഒരു ഹോസ്റ്റിംഗ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ പാർട്ട് 1-നെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് എൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നോക്കിയിട്ട് അത് കണ്ടിട്ട് ഈ പാർട്ടിലേക്ക് വരാം. അപ്പം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്താ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു ബേസിക് സ്റ്റോർ സെറ്റപ്പും പിന്നെ അതിന്റെ തീമും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ഫാഷൻ സ്റ്റോർ അല്ലെങ്കിൽ ഒരു ടീഷർട്ട് അല്ലെങ്കിൽ അങ്ങനെ വെക്കുന്ന ഒരു സ്റ്റോർ ആണ് നമ്മൾ ജസ്റ്റ് നമ്മളെ ഡെമോ പേർപ്പസ് അല്ലെങ്കിൽ ഈ ട്രെയിനിങ് പേർപ്പസ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റോർ നമുക്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നാണ് നമ്മൾ ഗോയിങ് ഫോർവേഡ് വരുന്ന സീരീസ് നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ അതുകൊണ്ട് അത് ഇപ്പൊ നിങ്ങളിപ്പം ഒരു മൊബൈലിന്റെ ഒരു ഷോപ്പോ അല്ലെങ്കിൽ ഒരു ബോട്ടിക്കോ എന്താണെങ്കിലും അതിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം സെയിം ആയിരിക്കും എന്തൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മള് പ്രൊഡക്റ്റിന്റെ ഒരു ഇത് മാത്രമായിരിക്കും വ്യത്യാസം. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ആയിട്ട് നമുക്കൊരു ബേസിക് ഒരു സോഴ്സ് സെറ്റപ്പും പിന്നെ നമുക്കൊരു തീമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പം അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടേ ജസ്റ്റ് ഫൈൻ. ഓക്കെ, സോ നമ്മള് ജസ്റ്റ് നമ്മളെ സ്റ്റോറിലേക്ക് പോവാം. ഇപ്പം ഇതാണ് ഹോസ്റ്റിംഗറിന്റെ പാനല്. ഇപ്പം ഇവിടെ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത കഴിഞ്ഞ പാർട്ടിൽ കണ്ടറിയാം. നമ്മൾ ജസ്റ്റ് വയനാടൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റിംഗും ഡൊമൈനും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ജസ്റ്റ് നമ്മൾ ഹോസ്റ്റിംഗിൽ വരിക. ജസ്റ്റ് അത് മാനേജ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അവിടെ നമുക്ക് വന്നിട്ട് ഡാഷ്ബോർഡിൽ വന്നാൽ നമ്മളെ സൈറ്റിന്റെ ഡീറ്റെയിൽസിന്റെ പേജിലേക്ക് വരും. എന്തൊക്കെയാണ് നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്കറിയാം. ഇത് നമുക്ക് നമ്മൾ എഡിറ്റ് വെബ്സൈറ്റ് കൊടുക്കുക. ഇപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാല് ജസ്റ്റ് ഡയറക്റ്റ് നമ്മളെ സൈറ്റിന്റെ അല്ലെങ്കിൽ നമ്മളെ സ്റ്റോറിന്റെ ബാക്ക് എൻഡിൽ വരും. എന്ന് വെച്ചാൽ നമ്മളെ പ്രൊഡക്റ്റും തീമും കളറും ഇമേജസ് ഒക്കെ കോൺഫിഗർ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് അതിന്റെ ഡാഷ്ബോർഡ് വന്ന് എഡിറ്റ് സൈറ്റ് വെബ്സൈറ്റിന് കൊടുത്താൽ മതി. ഇപ്പം അതിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ബേസിക് ഇതിന്റെ ബാക്ക് എൻഡ്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ലെഫ്റ്റിൽ, അതൊക്കെ നമ്മൾ ഗോയിങ് ഫോർവേഡ് മനസ്സിലാക്കാം. ഇപ്പം പ്രൊഡക്ട്സ് ആഡ് ചെയ്യുന്ന സെക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ വൂക്കോമേഴ്സ് ഇപ്പം ഒരു ഓർഡർ വന്നാൽ അത് കാണേണ്ട സെക്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് കൂപ്പൺസ് ഡിസ്കൗണ്ടിന് വേണ്ടി അത് ക്രിയേറ്റ് ചെയ്യേണ്ട സെക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനൊക്കെ സംഭവിക്കും. ഇനി ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് നമുക്കൊരു പ്ലഗിൻ നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. നമ്മളൊരു ഡിഫോൾട്ട് പ്ലഗിൻ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഒരു നല്ലൊരു പ്ലഗിൻ നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം പ്ലഗിൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് സോറി പ്ലഗിൻ അല്ല, മാറിപ്പോയിട്ടോ, പ്ലഗിൻസ് അല്ല, അപ്പിയറൻസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, തീംസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പം തീംസ് എന്ന് വെച്ചാൽ എങ്ങനെ ഡിസൈനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിഫോൾട്ട് വന്ന തീം. തീം എന്ന് വെച്ചാൽ എന്റെ ഡിസൈൻ ആണ്. ഓക്കെ, ഡിസൈനിന്റെ കാര്യങ്ങളൊക്കെയാണ് തീംസിൽ വരുന്നത്. അപ്പൊ ഞാൻ പുതിയൊരു തീം സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പം എനിക്കിപ്പോ ഒരു തീം വെച്ച ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ, ഒരുപാട് ഡിസൈൻസ് ഫ്രീയും പെയ്ഡ് വേർഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെർച്ച് ചെയ്താൽ ഇ കൊമേഴ്സ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ ഒരുപാട് തീംസ് ഓൺലൈൻ അവൈലബിൾ ആണ്. കണ്ടോ, ജസ്റ്റ് ഇത് ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരുപാട് തീംസ് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിന്റെ ഇത് സെറ്റപ്പ് ചെയ്യാൻ ഒരുപാട്. അപ്പൊ നിങ്ങൾക്ക് അത് ജസ്റ്റ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾക്ക് ഏതാണ് നിങ്ങളിൽ വേണ്ടത്. നിങ്ങൾക്കൊരു മൊബൈൽ അല്ലെങ്കിൽ ഒരു ബോട്ടിക് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടീഷർട്ട് വിൽക്കുന്നോ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള തീംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു ഡെമോ പേർപ്പസ് നമ്മൾ ഉപയോഗിക്കുന്നത് ബൂസ്റ്റിഫൈ എന്ന് പറഞ്ഞിട്ടൊരു തീമാണ്. ഓക്കെ, ബൂസ്റ്റിഫൈ ഇത് കുറച്ച് എന്താണ് ജസ്റ്റ് മിനിമൽ ഡിസൈൻ ആണ്. ഇപ്പം നിങ്ങളിപ്പോ ഒരു ഫാഷൻ സ്റ്റോർ അല്ലെങ്കിൽ ബോട്ടിക് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തീമാണ്. ജസ്റ്റ് മിനിമൽ ഡിസൈൻ ആണ്. അപ്പം കുറച്ച് ഒരു 100 പ്രൊഡക്ട്സ് ഒക്കെ പ്ലേസ് ചെയ്യാൻ നല്ല ഡിസൈൻ നമുക്ക് സുഖമായിട്ട് പ്ലേസ് ചെയ്യാം. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, സോ ഇൻസ്റ്റാൾ ചെയ്യുക. ഫസ്റ്റ് ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ബാക്കി എല്ലാ തീംസും അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തീം വേണമെങ്കിൽ ആ തീം സെർച്ച് ചെയ്തിട്ട് അത് നിങ്ങൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം എന്താണ് സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പം ജസ്റ്റ് ഇതൊന്ന് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാല് ഇപ്പം ജസ്റ്റ് അത് ആക്ടിവേറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇറ്റ്സ് ആക്ടിവേറ്റഡ് നൗ.
ഇതിപ്പോ ആക്ടിവേറ്റ് ആയി, കണ്ടില്ലേ? ഇതിപ്പോ ആക്ടിവേറ്റ് ആയാൽ നമ്മൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ അപ്പിയറൻസിനടിയിൽ ആ തീമിന്റെ ഓപ്ഷൻസ് ഇങ്ങനെ വരും, ബൂസ്റ്റിഫൈ ഓപ്ഷൻസ്. അപ്പം കൂടുതൽ അത് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ നമുക്ക് സഹായമാവും കേട്ടോ. അപ്പം ഇപ്പൊ എന്താ സംഭവിച്ചത്, നമ്മൾ ജസ്റ്റ് അത് ആ ഒരു തീം ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബൂസ്റ്റിഫൈ ഓപ്ഷൻസിൽ വരിക. ബൂസ്റ്റിഫൈ ഓപ്ഷൻസിൽ വന്നിട്ട് നമുക്ക് എന്താണ് ഇപ്പൊ നമുക്ക് എന്താണ് കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാണ്, കുറച്ച് ഡെമോ ആയിട്ട് കുറച്ച് പ്രൊഡക്ട്സ് കാണണം, സാമ്പിൾ പ്രൊഡക്റ്റിൽ കാണാം. അപ്പൊ നമുക്ക് അറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടിയും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പം അത് ജസ്റ്റ് നമുക്ക് ഇമ്പോർട്ട് ഡെമോ ക്ലിക്ക് ചെയ്യാം. കുറച്ച് സാമ്പിൾ പ്രൊഡക്ട്സ് ഇതിലേക്ക് ആഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടോ, അപ്പൊ നമുക്കും കൂടി കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയൊക്കെ ആഡ് ചെയ്യേണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് ഡെമോ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഇമ്പോർട്ട് ഡെമോ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു സ്റ്റാർട്ടർ സൈറ്റ് ഡിസൈൻ എടുക്കാം. ഇപ്പൊ നോക്കൂ, ഒരുപാട് ഇപ്പൊ നിങ്ങൾ എന്താണ് ഒരു ഫാഷൻ അല്ലെങ്കിൽ ഒരു ലേഡീസ് ഫാഷൻ ബോട്ടിക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാം. നിങ്ങൾക്കൊരു എന്താണ് ഒരു ഒപ്റ്റിക്കൽസിന്റെ ഓൺലൈൻ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. നിങ്ങളൊരു ഷൂസിന്റെ ഇതാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് എടുക്കാം. പിന്നെ അതിന് കുറച്ച് ഫ്രീ വേർഷൻസും ഉണ്ട്, കുറച്ച് പെയ്ഡ് വേർഷൻസും ഉണ്ട് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഈ ഒരു തീമാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് പ്ലഗിൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ പ്ലഗിൻസ് വെച്ചാൽ കുറച്ച് എന്താണ് ഇപ്പൊ നമ്മൾ സ്റ്റോറിന് ഡിസൈൻ ചെയ്യാൻ അങ്ങനത്തെ വേണ്ടി കുറച്ച് പ്ലഗിൻസ് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇത് തന്നെ ടേക്ക് കെയർ ചെയ്തോളൂ. ഓക്കെ, നമ്മൾ അറിയേണ്ട ആവശ്യം. ഇപ്പം ചിലപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ അവിടെ അതങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് വന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് നോക്കേണ്ടത് നമുക്ക് കുറച്ച് ഇമ്പോർട്ട് സ്റ്റാർട്ടർ സൈറ്റ്, കുറച്ച് കണ്ടന്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെമോ കണ്ടന്റ്സും ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ജസ്റ്റ് അത് ഇമ്പോർട്ട് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അത് ഇമ്പോർട്ട് ആവുന്നവരെ. ഓക്കെ, ജസ്റ്റ് ഓക്കെ, ഇപ്പൊ ഇത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പം ജസ്റ്റ് ഞാൻ കാര്യം പറയാം. എൻ്റെ ഒരു അല്ലെങ്കിൽ നമുക്ക് കാര്യം ഒരു പുതിയ പെയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. എന്ന് വെച്ചാൽ നമ്മൾക്ക് എങ്ങനെ നമ്മളെ സ്റ്റോർ എങ്ങനെ നമുക്കത് പ്രസന്റ് ചെയ്യണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഈ സ്ക്രീൻ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ഇതിൽ നോക്കിയാൽ ഇപ്പം നമുക്ക് സ്റ്റോർ എന്താണ്, നമ്മളിപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ എടുക്കാൻ പോകുന്നത് എന്താണ്, ഞാനൊരു ടീഷർട്ട് വിൽക്കുന്ന ഒരു സ്റ്റോറാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇപ്പം സ്റ്റോറിന്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്, വയനാടൻ സ്റ്റോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ സ്റ്റോർ നമ്മൾ പല കാറ്റഗറീസ് ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ. എന്താണ്, ടീഷർട്ട്സ് ഉണ്ട്. കാറ്റഗറീസ് വെച്ചാൽ എന്തൊക്കെയാണ് നമ്മളതിൽ മെയിൻ കോമഡിറ്റീസ് എന്തൊക്കെയാണ് വിൽക്കുന്നത്. ടീഷർട്ട് ഉണ്ട്, പിന്നെ ഷർട്ട്സ് ഉണ്ടാവാം, പിന്നെ ക്യാപ്പ് വിൽക്കാം. ഓക്കെ, പിന്നെ ജീൻസ് വിൽക്കാം, പിന്നെ എന്താണ്, പിന്നെ വേണമെങ്കിൽ ഷൂസ് ആണെങ്കിൽ ഷൂസ്. ഇപ്പൊ നിങ്ങളെ ഇഷ്ടമല്ല പോലെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റോറിൽ ഇത് ചെയ്യും. ഇപ്പൊ ഫസ്റ്റ് എന്താണ്, നമ്മുടെ സ്റ്റോറിന്റെ ഒരു ലാൻഡിങ് പേജ് ആണ് യൂസേഴ്സ് കാണുക. അപ്പൊ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യം നമ്മൾ പ്രസന്റ് ചെയ്യാൻ നോക്കേണ്ടത് ഈ ഒരു പേജിലാണ്. ഇപ്പം നിങ്ങളിപ്പോ ഫ്ലിപ്കാർട്ട് ആമസോൺ ഒക്കെ വരുമ്പോൾ തന്നെ കാണാം, ഞങ്ങൾക്ക് ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാവും. അപ്പം നമ്മളെ സ്റ്റോറിൽ എന്താണ്, നമ്മളെ ഹോം പേജ് അല്ലെങ്കിൽ ലാൻഡിങ് പേജ് നമുക്ക് മാക്സിമം ഇൻഫോർമേഷൻ നമ്മളെ കുറിച്ച് കൊടുക്കാൻ കഴിയണം. നമ്മളെ എത്ര ഒതന്റിക് ആക്കോ അത്രയും ഒതന്റിക് നമ്മൾ ട്രാൻസ്പെറന്റ് ആക്കാൻ ശ്രമിക്കണം, നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ചും നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം നോർമൽ ഒരു സ്റ്റോറിന് ഉണ്ടാവുക എന്താണ്, ഇപ്പൊ ഒരു സ്റ്റോർ വന്നാൽ നമുക്ക് സ്റ്റോർ നമ്മളെ പേരും അല്ലെങ്കിൽ നമ്മൾക്ക് നല്ലൊരു ലോഗോയൊക്കെ വെക്കൂല. അതാണ് നമ്മൾ മെയിൻ നോക്കേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് മെനൂസും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഗോയിങ് ഫോർവേഡ് നോക്കാം.
പിന്നെ നമുക്ക് നല്ലൊരു സ്റ്റോറിന്റെ അല്ലെങ്കിൽ കുറച്ച് നല്ല പിക്ചേഴ്സ് അല്ലെങ്കിൽ നല്ല ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുന്ന കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണം. അപ്പൊ നമുക്ക് അതിനൊരു ബാനർ എന്നാണ് പറയാ. ഇപ്പൊ നിങ്ങളിപ്പം ഇപ്പം ആമസോണിലൊക്കെ കണ്ടു കാണാം ബാനേഴ്സ് ഒക്കെ നല്ല പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ട്. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഫോട്ടോഷോപ്പ് വെച്ച് ചെയ്യിക്കാൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ ഫോണിൽ തന്നെ അത് ചെയ്യാം. ഇതിനൊക്കെ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ച് കാറ്റഗറീസ് ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് ഓൾവേസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റണം. ഇപ്പം കാറ്റഗറീസ് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം ടീഷർട്സ്. ഇപ്പം അവർക്ക് ഒരാൾ വരുമ്പോൾ അവർക്ക് അറിയണം എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവങ്ങൾ. ഇപ്പൊ ടീഷർട്സ് ഉണ്ടാവും, ക്യാപ്പ്, അല്ലെങ്കിൽ ഷൂസ്, അങ്ങനത്തെ എന്തെങ്കിലും. ഇപ്പൊ നമ്മളെ പ്രൊഡക്റ്റ് കാറ്റഗറീസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റണം. അത് ജസ്റ്റ് ഒരു ലിങ്ക് ആയിരിക്കും. അപ്പൊ അത് വേറെ പേജിലേക്ക് പോയിട്ട് ആ ടീഷർട്സിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് സൈസ് ഒക്കെ വെച്ചിട്ട് അവർക്ക് ഫിൽട്ടർ ചെയ്ത് കാണാൻ പറ്റേണ്ട രീതിയിലായിരിക്കും വേണ്ടത്. പിന്നെ നമുക്ക് എന്താണ് കുറച്ച് ഫീച്ചേർഡ് പ്രൊഡക്റ്റ്, നമുക്ക് കൂടുതൽ സെല്ലാവും തോന്നുന്ന പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് എന്താണ് ഫീച്ചേർഡ് പ്രൊഡക്ട്സ് ആക്കിയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡിസ്കൗണ്ട് പ്രൊഡക്ട്സ് അങ്ങനെ എന്തെങ്കിലും കാണിക്കാം. അപ്പൊ എന്താണ് ലാൻഡിംഗ് പേജിൽ തന്നെ നിങ്ങളുടെ ഫീച്ചർ പ്രൊഡക്ട്സ്, ഇപ്പം കൂടുതൽ സെയിൽ നടക്കുന്ന അല്ലെങ്കിൽ കുറച്ച് നല്ല തോന്നുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇവിടെ. പിന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ കുറെ കാറ്റഗറീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഹോം പേജിൽ തന്നെ. പിന്നെ ഡൗണിൽ എന്താണ്, പിന്നെ നമുക്കൊരു ഫോൾഡർ ഉണ്ടാവും. ഫോൾഡർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളെ മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് വെച്ചാൽ നമ്മളെ സ്റ്റോറിന്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ എന്താണ് ഫോൺ നമ്പർ കോണ്ടാക്ട് ചെയ്യേണ്ട, ഓക്കെ, പിന്നെ അല്ലെങ്കിൽ അഡ്രസ്. ഇതൊക്കെ കൊടുത്താൽ എന്താണ്, ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചാൽ ഇത് കാണുന്ന യൂസേഴ്സ് കുറച്ചും കൂടി ഇത് ഒതന്റിക് ആയിട്ട് തോന്നും, അല്ലെ? കുറച്ചും കൂടെ ഒതന്റിക്കേറ്റ് ആയിട്ട് തോന്നും. അപ്പൊ അവർക്ക് കുറച്ചും കൂടി വിശ്വാസം വരും ഇത് പർച്ചേസ് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോവുക, നമുക്ക് ഇന്നർ ഇതിലേക്ക് പോകുന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം ലോഗോന്റെ സെറ്റപ്പും പിന്നെ കോണ്ടാക്റ്റും അങ്ങനത്തെ ഫൂട്ടറൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിലാക്കാം. അത് ഏത് പേജിൽ പോയാലും ആ ലോഗോയും പിന്നെ അടിയത്തെ ആ സംഭവം സെയിം ആയിരിക്കും. അപ്പൊ അവരൊരു പ്രൊഡക്റ്റ് ഇങ്ങനെ നോക്കിണ്ടിരിക്കുക, പെട്ടെന്ന് എന്താണ് അവര് നിങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണമെങ്കിൽ. അപ്പം ജസ്റ്റ് എന്റെ കോൺടാക്ട് താഴെ തന്നെ ഉണ്ടാവും, അല്ലെ? അപ്പം അത് എല്ലാ പേജിലും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പം ഇതങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പൊ അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമുക്കൊരു ലോഗോ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് ലോഗോ ഡിസൈൻ ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ലോഗോ ക്രിയേറ്റേഴ്സ് ആയിട്ട് കുറെ ആപ്സ് അവൈലബിൾ ആണ്, ഈസി. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഉണ്ട് ലോഗോ മേക്കർ ലേക്ക് പോയാൽ ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ എന്താണ്, ഇപ്പൊ എനിക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് ചെയ്യാം. ഞാൻ കൊടുക്കും, ഇത് എന്റെ സ്റ്റോർ ഇപ്പൊ ഫാഷൻ സ്റ്റോർ ആണ്. ഇപ്പം എനിക്ക് എന്ത് സൈസ് ഡിസൈനാ വേണ്ടത്, ഫ്രണ്ട്ലി ഡിസൈൻസ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, അല്ലെങ്കിൽ മോഡേൺ ഡിസൈൻസ് സെലക്ട് ചെയ്ത് പേര് കൊടുക്കുക. ഓൺലൈൻ മാർക്കറ്റിംഗിനാണ്. ഓക്കെ, ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. പിന്നെ ഫിസിക്കൽ സ്റ്റോർ, ഭാവിയിൽ നിങ്ങൾ അതിലൊരു ഫിസിക്കൽ സ്റ്റോർ തുടങ്ങുന്നുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യാം. അപ്പൊ കണ്ട കുറെ ഡിസൈൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, കുറെ ഡിസൈൻസ് ഇങ്ങനെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാ ഡിസൈൻ എന്ന് വെച്ചാൽ വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പം അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, അത് നിങ്ങൾ ഇമെയിലേക്ക് ആയിരിക്കും ഈ ഡിസൈനിന്റെ ഫയൽസ് ഒക്കെ വരും കേട്ടോ. ലോഗോ എന്ന് പറഞ്ഞ ഫയൽസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ചെയ്ത് കഴിയുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒന്ന് $100 സ്പേസിന് ഒരു ഡിസൈൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിലേക്ക് വരിക. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, എന്താണ് അപ്പിയറൻസിൽ വന്നിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ വരും. ഇവിടെ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മളെ ഫോൺ ലോഗോയാണ്. അപ്പം നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ സൈറ്റ് കാണിക്കും. ഇപ്പൊ നമ്മുടെ സൈറ്റ് ഇപ്പൊ ഭയങ്കര ക്ലട്ടേർഡ് ആണ്. ഇപ്പൊ ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു രീതിയിൽ കൊണ്ടുവരണം. ഇപ്പൊ നമ്മൾ ഇവിടെ ഈ സ്ഥലത്താണ് നമ്മൾ ലോഗോ വരിക. പിന്നെ ഇവിടെ മെനു ഒരുപാടുണ്ട്, ഇന്ന് ആവശ്യത്തേക്ക് റിമൂവ് ചെയ്യാം. പിന്നെ ഈ താഴെ വരുന്നതാണ് എന്താണ് ഫൂട്ടർ. ഓക്കെ, നമ്മളിപ്പം ഈ ഒരു ഡിസൈനിൽ നമ്മളിപ്പം പറഞ്ഞ പോലെ കണ്ടില്ലേ, മേലെ ലോഗോ, ഫൂട്ടർ, നടുക്കാണ് കണ്ടന്റ് വരുന്നത്. ഇവിടെ കാര്യമായിട്ട് കണ്ടന്റ് ഒന്നുമില്ല. നമുക്ക് ഗോയിങ് ഫോർവേഡ് അങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ നമ്മൾ ആദ്യം ലോഗോ നമുക്ക് സെറ്റ് ചെയ്യാം. ലോഗോ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ലോഗോ നമുക്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇവിടെ ലോഗോ വന്നിട്ടുണ്ട്. ഈ ലോഗോ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് അപ്ലോഡ് ആയി. ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്താണ് ലോഗോന്റെ ഇതൊന്ന് കറക്റ്റ് സൈസ്
സെറ്റ് ചെയ്തു. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ലോഗോ കേട്ടോ. അത്ര വലിയ ഇതൊന്നുമില്ല, പക്ഷെ കുഴപ്പമില്ല, ഒപ്പിക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല കിടന്ന ലോഗോസ് ഒക്കെ ടൈം സ്പെൻഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ല ലോഗോസ് ഒക്കെ ഇതുകൊണ്ട്. ഇത് ഭയങ്കര വലുതായി പോയി. ഇനി നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് സൈസിലോ നമുക്ക് എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു സൈസിൽ നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു സൈസാണ്. അതേപോലെ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മൊബൈലിലും അത് കറക്റ്റ് ഡിഫൈൻ ചെയ്യണം. ഇപ്പൊ മൊബൈലിൽ ഇപ്പൊ ഈ വ്യൂ ഉണ്ടോ, അപ്പൊ താഴെ കാണുന്ന ഈ സൈറ്റ് മൊബൈലിൽ അല്ലെങ്കിൽ ടാബ് കാണുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണാം. അപ്പൊ ലോഗോ കറക്റ്റ് ആയിരിക്കും. അപ്പം കുറെ പേര് നിങ്ങൾ ഫസ്റ്റ് മെയിൻ ശ്രദ്ധിക്കേണ്ട, കുറെ പേര് മൊബൈൽ കൂടിയായിരിക്കും ഇത് നോക്കുക. അപ്പം മൊബൈൽ ഈ ഒരു ഓപ്ഷൻ വന്നാൽ കണ്ട താഴെ ഈ ഓപ്ഷൻ, ഇത് മൊബൈലിൽ കൂടി ഇതെങ്ങനെ റെൻഡർ ആവുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മൊബൈൽ കുറച്ചും കൂടെ നല്ല കറക്റ്റ് ആയിട്ട് ഡിസൈൻ ഒക്കെ പെർഫെക്റ്റ് ആക്കി വെക്കുക. ഓക്കെ, അപ്പം കുറച്ചും കൂടി ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടെ എന്താണ് മൊബൈൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ വരാൻ കഴിയും. ഇനി നമ്മൾ എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇപ്പൊ ഇതില് കുറച്ച് മെനൂസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ മെനു ഒക്കെ റിമൂവ് ചെയ്യാം. ഇത് അധികം ആവശ്യമില്ലാത്ത കുറച്ച് മെനൂസ് ഒക്കെ. അപ്പൊ മെനുവിൽ വന്നിട്ട് പ്രൈമറി മെനുവിൽ വരുക, ഇതിന്റെ ഹോമും ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. അതിന്റെ ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഡിഫോൾട്ട് കുറച്ച് മെനൂസ് വന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് എല്ലാ മെനുവിന്റെ ആവശ്യം. അപ്പൊ ജസ്റ്റ് മെനുവിൽ വന്നിട്ട് അതൊക്കെ നമുക്ക് എന്താ റിമൂവ് ചെയ്യാം. പിന്നെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് വേറെ മെനു. ഇപ്പം മാക്സിമം ക്ലിക്ക് ഒഴിവാക്കാൻ നോക്കാം. മാക്സിമം ഡീറ്റെയിൽസ് പേജിൽ തന്നെ കൊടുക്കാം. ഓക്കെ, പിന്നെ ചെക്ക്ഔട്ട് വന്നിട്ടുണ്ടല്ലോ. പക്ഷെ ചെക്ക്ഔട്ട് ആവശ്യം ഓപ്ഷൻ ആയിട്ട് വേണം. ചെക്ക്ഔട്ട് ഓൾറെഡി നമുക്ക് ടോപ്പിൽ ചെക്ക്ഔട്ട് ഉണ്ടാവും. അതൊക്കെ പിന്നെ വരുമ്പോൾ കാണിക്കുന്നത് എങ്ങനെയാണ് ചെക്ക്ഔട്ട് ഒക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ മൈ അക്കൗണ്ട് റിമൂവ് ചെയ്യണം. കാരണം വെച്ചാൽ ഇവിടെ കാണുന്ന ഈ മനുഷ്യന്റെ ഇത് കണ്ടില്ല, അത് ശരിക്കും എന്റെ അക്കൗണ്ടിന്റെ പേജ്. അപ്പം ഇവിടെ മൈ അക്കൗണ്ട് പേജ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ഇതും റിമൂവ് ചെയ്യാം. ഇപ്പൊ കുറച്ച് ടോപ്പിക് ക്ലീൻ ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മളെ മെനു നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് എത്ര മെനു ഉണ്ടെന്ന് ആവശ്യമില്ല. അപ്പൊ നമ്മൾ അതിനെന്താണ് ഫൂട്ടർ വന്നിട്ട് ജസ്റ്റ് വിഡ്ജറ്റിൽ വരിക, എന്നിട്ട് ഫൂട്ടർ വിഡ്ജറ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്ര ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇതൊക്കെ റിമൂവ് ചെയ്യാം. ഇത് ജസ്റ്റ് അവർ ഡീഫോൾട്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് റിമൂവ് ചെയ്ത്, ഇത് റിമൂവ് ചെയ്ത്, ഇത് റിമൂവ് ചെയ്ത്, ഇത് റിമൂവ് ചെയ്ത്. നമുക്ക് ഫേസ്ബുക്കിന്റെ ഒക്കെ ലിങ്ക് ഒക്കെ അത് ആഡ് ചെയ്യട്ടെ, പിന്നെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ജസ്റ്റ് ഞാൻ താഴെ വന്നിട്ട് ഒരു വിഡ്ജറ്റ് ആഡ് ചെയ്യാം. എന്റെ ടെക്സ്റ്റ് കാണിക്കും. ഇപ്പൊ ഇതെന്തായിരിക്കും എന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഓക്കെ, കോൺടാക്ട് അല്ല, അല്ലെങ്കിൽ എന്റെ സ്റ്റോറിന്റെ ഒരു ഓവർവ്യൂ കൊടുക്കുന്നത്. അപ്പം ഞാനത് വയനാട്, ഇതാണ് സ്റ്റോറിന്റെ പേര്. ഓക്കെ, ഇപ്പൊ കണ്ട ഇങ്ങനെ ഇവിടെ വന്ന് ഓട്ടോമാറ്റിക്. ഇപ്പൊ ഇവിടെ കൊടുക്കും എക്സ്ക്ലൂസീവ്. നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം, മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ. ഓക്കെ, എക്സ്ക്ലൂസീവ് ഓൺലൈൻ സ്റ്റോർ ഫോർ ടീഷർട്സ്, പിന്നെന്താണ് ഷൂസ്, പിന്നെ ക്യാപ്സ്, അഫോർഡബിൾ പ്രൈസസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ ഒക്കെ അങ്ങനെ കൊടുത്ത് അങ്ങനെ നല്ല ഇതായിരിക്കും. ഇപ്പൊ വേറെ എന്തെങ്കിലും ടൈപ്പിന് അത് ചെയ്യാം. പിന്നെ ഒരു വിഡ്ജറ്റും കൂടി ആഡ് ചെയ്യാം. അപ്പം എന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പം കോണ്ടാക്ട്, ഓക്കെ, കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ കോണ്ടാക്റ്റിൽ എന്താണ് നമ്മൾ കൊടുക്കുക. ചിലപ്പം ഇത് ഉണ്ട്, ഇത് ചിലപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്യുമ്പം ജസ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്യുക. അപ്പം പബ്ലിഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പേജ് റിഫ്രഷ് ചെയ്യുക. അപ്പൊ എന്തായിരിക്കും ആ ഒരു ഇത് കിട്ടും. ഓക്കെ, ലോഡ് ആവട്ടെ. സപ്പോസ് ഫസ്റ്റ് ടൈം ലോഡ് ചെയ്യുമ്പോൾ കുറെ ഡിലീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് വിഡ്ജറ്റ് സെൽഫ് വർക്ക് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കണ്ടോ, ഇനി എഡിറ്റ് ക്ലിക്ക് ചെയ്താൽ സംഭവം വർക്ക് ചെയ്തോളും. ഇപ്പം ഇനി നമ്മളെ ഒരു ഫോൺ നമ്പർ, മേ ബി വാട്സാപ്പ് നമ്പർ ആണെങ്കിൽ വാട്സാപ്പ്, എന്നിട്ട് നിങ്ങൾ അതിന്റെ നമ്പർ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു എന്താണ് ഇങ്ങനെ ജസ്റ്റ് നമ്പർ കൊടുക്കാം.
അങ്ങനെ എന്തെങ്കിലും നമ്പറൊക്കെ കൊടുക്കാം, നിങ്ങളെ സ്റ്റോറിന്റെ റിലേറ്റഡ് നമ്പർ. ഓക്കെ, പിന്നെ ഒരു ഇമെയിൽ കൊടുക്കണമെങ്കിൽ ഇമെയിൽ വെക്കാം. store@gmail.com. ഇതൊക്കെ കൊടുത്താൽ ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു ഒതന്റിസിറ്റി ഫീൽ ചെയ്യും. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ് ആഡ് ചെയ്യണമെങ്കിൽ അഡ്രസ് ആഡ് ചെയ്യാം, നിങ്ങളെ സിറ്റി ഓഫ് റെസിഡൻസോ അതൊക്കെ ആഡ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടെ ഒതന്റിക് ആയിരിക്കും നിങ്ങളുടെ സൈറ്റ്. അപ്പം ആൾക്കാർക്ക് കുറച്ചും കൂടെ വാങ്ങാനും ഇതാക്കാനൊക്കെ കുറച്ചും കൂടെ അവർക്ക് ധൈര്യം കിട്ടും. ഞാൻ ജസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ജസ്റ്റ് ബാക്ക് വന്ന് റീഫ്രഷ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഇനി നമ്മളിപ്പം മെനു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ലോഗോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പൊ നമ്മൾ ലോഗോ നോക്കിക്കൊണ്ട് ഇതിപ്പോ കുറച്ച് ഇപ്പം കറക്റ്റ് ആയിട്ടല്ല വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ലേഔട്ട് വന്ന് ഫുട്ടർ വന്ന് കോളംസ് 2 കോളംസ് ഇപ്പൊ കണ്ട കറക്റ്റ് നടക്കും, കറക്റ്റ് വൃത്തിക്ക് വന്നില്ല. അപ്പം ഇനി നമുക്ക് ഇതിന്റെ ഇത് ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് നമ്മുടെ കോപ്പിറൈറ്റ് 2021 അങ്ങനെ പേര് കൊടുക്കാം, നമ്മളെ സൈറ്റിന്റെ ഒരു ഇത് പോലെ. ഓക്കെ, അപ്പം ഓക്കെ, ഇനി നമുക്ക് ഇത് മൊബൈൽ എങ്ങനെ ഉണ്ട് നോക്കാം. മൊബൈലിൽ കണ്ടോ, ഇപ്പം ഫുട്ടർ ഡയറക്റ്റ് വന്നിട്ട് ഇനി നമ്മളെ കണ്ടന്റ്സ് ഒക്കെ നടക്കും. അപ്പം ഏതാണ്ട് കുഴപ്പമില്ല, ഒന്ന് മച്ച് ബെറ്റർ ആണ്. ഞാനിത് പബ്ലിഷ് ചെയ്യും. അപ്പം ഇത് സംഭവം പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പം നമ്മളെ ബേസിക് തീമും പിന്നെ മെനുവും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഓരോരോ ഓപ്ഷൻസ് വേണമെങ്കിൽ പോയി നോക്കാം, കൂടുതൽ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാം. എന്റെ വിത്തൊക്കെ കുറച്ചും കൂടെ ഇതൊക്കെ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ കളർ മാറ്റണം. ഇപ്പൊ ടോപ്പ് ബാർ, ഇപ്പൊ ടോപ്പിൽ നമുക്ക് എന്തെങ്കിലും പരസ്യമൊക്കെ കൊടുക്കാൻ ഇത് നല്ലോണം ഉപകാരപ്പെടും. ഓക്കെ, ഇപ്പം എനിക്കെന്താണ് ഫ്രീ ഷിപ്പിംഗ് എബവ് ഓൺ ഓർഡേഴ്സ് എബവ്, ഇപ്പം 500 രൂപയ്ക്ക് മേലെയുള്ള പ്രൊഡക്ട്സ് ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ്. അപ്പം എനിക്ക് അങ്ങനത്തെ പരസ്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിയും. ഇപ്പം ഒരാൾ വരുമ്പം നമുക്ക് കുറച്ചും കൂടെ എന്താണ് നല്ല രീതിയിൽ നമുക്ക് സംഭവങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ മുന്നോട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതാക്കാം. ജസ്റ്റ് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി നമ്മളെ ഹെഡും ഫൂട്ടറും നമ്മളിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കണ്ടന്റ്സ്, നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. Okay, so until then, signing off. Thank you.